everyone, welcome to Xylem SSCRRB. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് 2024-25 വർഷത്തെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബജറ്റ് അനാലിസിസ് ആണ്. ജൂലൈ 23-നാണ് ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചത്. അതിനു മുന്നേ ജൂലൈ 22-ന് എക്കണോമിക് സർവേ നമ്മുടെ 2023-24 വർഷത്തെ എക്കണോമിക് സർവേ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും അത് കണ്ടിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ കാണാം. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. റെഡി ആണല്ലോ? ഇനി നമ്മൾ ബജറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ബജറ്റ് എന്ന് പറയുന്ന ടേം മെൻഷൻ ചെയ്തിട്ടില്ല. ദ ടേം ബജറ്റ് ഇസ് നോട്ട് മെൻഷൻഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പിന്നീട് എന്താണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ആർട്ടിക്കിൾ 112 മുതൽ 117 വരെയാണ് ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ആർട്ടിക്കിൾ 112-ലാണ് ഈ ഒരു ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് എന്തുകൊണ്ടാണ് ബജറ്റ് മാറ്റേഴ്സ്? വൈ ബജറ്റ് മാറ്റേഴ്സ്? ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്കണോമിക് സർവേ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇയർ 23-24, അതായത് കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങളാണ് എക്കണോമിക് സർവേയിൽ ഡിസ്കസ് ചെയ്തത്. എന്നാൽ എന്താണ് ബജറ്റ്? എന്താണ് എക്കണോമിക് സർവേയും ബജറ്റും തമ്മിലുള്ള ഡിഫറൻസ്? നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ 25, അതായത് ഈ വരുന്ന വർഷത്തെ ഫിനാൻഷ്യൽ ഇയർ 24-25 കാര്യങ്ങളാണ് ബജറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ മൾട്ടിപ്പിൾ ടാക്സസ് ആയിട്ട്, അതായത് ഡയറക്റ്റ് ടാക്സസ് ആയിട്ടും ഇൻഡയറക്റ്റ് ടാക്സസ് ആയിട്ടും ഇന്ത്യയിലെ സിറ്റിസൺസിന്റെ അടുത്ത് നിന്ന് ഗവൺമെന്റിലേക്ക് പൈസ പോകുന്നുണ്ട് അല്ലെ. ഈ പൈസയൊക്കെ എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ കാര്യങ്ങൾക്കാണ് ചെലവഴിക്കുന്നത് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ബജറ്റ് വഴി നമുക്ക് അറിയാനായിട്ട് പറ്റുന്നത്. നോക്കിയേ, ദ ബജറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ ഗവൺമെന്റ് plans to do with essentially the citizens' money given to the government in the form of multiple direct and indirect taxes. അതായത് നമ്മുടെ ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്ന പൈസ കൊണ്ട് ഗവൺമെന്റ് എന്തൊക്കെ കാര്യങ്ങളാണ് വരും വർഷത്തേക്ക് പ്ലാൻ ചെയ്യുന്നതെന്നാണ് നമുക്ക് ബജറ്റ് വഴി അറിയാനായിട്ട് പറ്റുന്നത്. റെഡി? നെക്സ്റ്റ് നമ്മൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് നോക്കുകയാണെങ്കിൽ, ലോങ്സ്റ്റ് ബജറ്റ് ഇൻ ടേംസ് ഓഫ് വേർഡ്സ്, ലോങ്സ്റ്റ് ബജറ്റ് ഇൻ ടേംസ് ഓഫ് വേർഡ് ആരുടെയാണ്? ശ്രീ മൻമോഹൻ സിംഗിന്റെയാണ് ഇൻ 1991. ഇനി ലോങ്സ്റ്റ് ബജറ്റ് ഇൻ ടേംസ് ഓഫ് ടൈം ആരുടെയാണ്? ലോങ്സ്റ്റ് ബജറ്റ് സ്പീച്ച് ടൈമിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നിർമ്മല സീതാരാമന്റെ ആണ്. 2.42 hour ആണ് ബജറ്റ് പ്രസന്റ് ചെയ്ത ടൈം എന്ന് പറയുന്നത്. റെഡി ആണല്ലോ? ഇനി ഏറ്റവും കൂടുതൽ പ്രാവശ്യം ബജറ്റ് അവതരിപ്പിച്ചത് ശ്രീ മൊറാർജി ദേശായി ആണ്. 10 പ്രാവശ്യമാണ് അദ്ദേഹം ബജറ്റ് അവതരിപ്പിച്ചത്. എന്നാൽ നിർമ്മല സീതാരാമന്റെ ബജറ്റിന്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും കൂടുതൽ ടൈം കോൺസിക്യൂട്ടീവ് ആയിട്ട് ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ ആണ്. തുടർച്ചയായിട്ട് ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ ആണ്. അതായത് 2023 വരെ 5 ബജറ്റുകളാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. എന്നാൽ 2024 ആയപ്പോൾ ഒരു ഇൻട്രീം ബജറ്റ് അവതരിപ്പിച്ചു. അതായത് ഇൻട്രീം ബജറ്റിന് ശേഷം നെക്സ്റ്റ് കഴിഞ്ഞ ദിവസം, അതായത് 2024 ജൂലൈ 23-ന്, നമ്മുടെ ജൂലൈ 23-ന് ഒരു ബജറ്റ് കൂടി അവതരിപ്പിച്ചപ്പോൾ നിർമ്മല സീതാരാമന്റെ കോൺസിക്യൂട്ടീവ് ബജറ്റുകളുടെ എണ്ണം 7 ആയി. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രാവശ്യം തുടർച്ചയായി ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ ആണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ടൈംസ് ബജറ്റ് അവതരിപ്പിച്ചത് മൊറാർജി ദേശായി ആണ്. ഓക്കെ, ഇനി ബജറ്റിന്റെ സ്റ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, ഫസ്റ്റ് വരുന്നത് പ്രസന്റേഷൻ ആണ്, പിന്നീട് ബജറ്റിന് മുകളിലുള്ള ഡിസ്കഷനും, അതിനുശേഷം സ്ക്രൂട്ടിനിയും, പിന്നീട് വോട്ടിംഗ് ഫോർ ഡിമാൻഡ് ഫോർ ഗ്രാന്റും, നെക്സ്റ്റ് ആണ് അപ്രോപ്രിയേഷൻ ബില്ല് വരുന്നത്, നെക്സ്റ്റ് അവസാനമാണ് ഫിനാൻഷ്യൽ ബില്ല് വരുന്നത്. ഇത്രയുമാണ് ബജറ്റിന്റെ സ്റ്റേജസ് എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, ജസ്റ്റ് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. ഇത് നമ്മുടെ ഇൻട്രീം ബജറ്റിലെ പോലെ തന്നെ നമ്മുടെ യൂണിയൻ ബജറ്റിനും കുറച്ച് കാസ്റ്റസ് ഉണ്ട്. ഏതൊക്കെയാണ് ആ കാസ്റ്റ്? ഏതൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്ന മെയിൻ ഏരിയ എന്നാണ് ഇവിടെ പറയുന്നത്. ഏതൊക്കെയാണ്? ഗരീബ് അല്ലെങ്കിൽ പുവർ, മഹിളായൻ അല്ലെങ്കിൽ വുമൺ, യുവ അല്ലെങ്കിൽ യൂത്ത്, അന്നദാത അല്ലെങ്കിൽ ഫാർമർ. ഇതാണ് ഫോക്കസ് ചെയ്യുന്ന, നമ്മുടെ ബജറ്റ് ഫോക്കസ് ചെയ്യുന്ന 4 മേജർ കാറ്റഗറീസ് എന്ന് പറയുന്നത്. ഇനി ബജറ്റിന്റെ തീം നമ്മുടെ ഓൾറെഡി ബജറ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്നതാണ്. ബജറ്റിന്റെ തീം എന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ്, സ്കില്ലിംഗ്, MSMEs ആൻഡ് മിഡിൽ ക്ലാസ്. ഇതാണ് ഫോക്കസ് ചെയ്യുന്ന മെയിൻ 4 ഏരിയാസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? എംപ്ലോയ്മെന്റ്, സ്കില്ലിംഗ്, MSMEs, മിഡിൽ ക്ലാസ്. ഇതാണ് ഫോക്കസ് ചെയ്യുന്ന മെയിൻ മേജർ ഏരിയ. നമ്മുടെ ബജറ്റിന്റെ തീം എന്ന് പറയുന്നത് ഈ 4 എണ്ണമാണ്. ഇനി നമുക്ക് പോവാം നമ്മുടെ
മെയിൻ പ്രയോറിറ്റീസ് 9 പ്രയോറിറ്റീസ് ആണ് നമ്മുടെ ബജറ്റിലുള്ളത്. നമ്മുടെ ഇന്നത്തെ വീഡിയോയും ഡിസ്കസ് ചെയ്യുന്നത് ഈ 9 പ്രയോറിറ്റീസിന്റെ ബേസിസിലായിരിക്കും. ഫസ്റ്റ് പ്രയോറിറ്റി വരുന്നത് പ്രൊഡക്ടിവിറ്റി ആൻഡ് റെസിലിയൻസ് ഇൻ അഗ്രികൾച്ചർ. നെക്സ്റ്റ് വരുന്നത് ഇൻക്ലൂസീവ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്, ഇന്നോവേഷൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, മാനുഫാക്ചറിംഗ് ആൻഡ് സർവീസ്, നെക്സ്റ്റ് ജനറേഷൻ ഡെവലപ്മെന്റ്, എംപ്ലോയ്മെന്റ് ആൻഡ് സ്കിൽ, urban development, എനർജി സെക്യൂരിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ. ഇതാണ് 9 മെയിൻ പ്രയോറിറ്റീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പോവാം. ഫസ്റ്റ് നമ്മുടെ പ്രയോറിറ്റി പ്രൊഡക്ടിവിറ്റി റെസിലിയൻസ് ഇൻ അഗ്രികൾച്ചർ ആണ്. ആദ്യത്തെ നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ട്രാൻസ്ഫോമിംഗ് അഗ്രികൾച്ചറൽ റിസർച്ച്. അതായത് നമുക്കറിയാം കുറേ അധികം അഗ്രികൾച്ചർ റിസർച്ചുകൾ നടക്കുന്നുണ്ട് അല്ലെ. ഈ അഗ്രികൾച്ചറൽ റിസർച്ചുകളിൽ റിവ്യൂ ചെയ്യുകയും അതിൽ കോംപ്രഹെൻസീവ് ആയിട്ട് ഡിസ്കഷൻസ് നടത്തുകയും അതുവഴി നമ്മുടെ പ്രൊഡക്ടിവിറ്റി റേസ് ചെയ്യാനുമാണ് ശ്രമിക്കുന്നത്. റേസിംഗ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ഡെവലപ്പിംഗ് ക്ലൈമറ്റ് റെസിലിയന്റ് വെറൈറ്റീസ്. അതായത് ക്ലൈമറ്റ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ വിളനാശം സംഭവിക്കുകയും അതുവഴി പ്രൊഡക്ടിവിറ്റി കുറയുകയും ചെയ്യുന്നുണ്ട് അല്ലെ. അത് മാറ്റി നിർത്താനായി ക്ലൈമറ്റ് റെസിലിയന്റ് ആയിട്ടുള്ള നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള പ്രതിരോധ ശേഷിയുള്ള വെറൈറ്റീസ് ഡെവലപ്പ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. നെക്സ്റ്റ് ആണ് ആത്മനിർഭരത. ഈ ആത്മനിർഭരതയ്ക്ക് എവിടെയാണ് ഇമ്പോർട്ടൻസ് വരുന്നത്? അതായത് കോവിഡ് വന്ന സമയത്ത് ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള കാര്യമായിരുന്നു ആത്മനിർഭരത അല്ലെങ്കിൽ സെൽഫ് ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. അതായത് നോക്കിയേ, നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ നെല്ല്, ഗോതമ്പ് പോലെയുള്ള സാധനങ്ങൾ നിറയെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഓയിൽ സീഡ്സ് സച്ച് ആസ് മസ്റ്റാർഡ്, ഗ്രൗണ്ട് നട്ട്, സെസ്മി, സോയാബീൻ, സൺഫ്ലവർ ഓയിൽ ഇതൊന്നും നമ്മുടെ ഇന്ത്യയിൽ കൂടുതലായിട്ടും ഉണ്ടാക്കുന്നില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ സെൽഫ് ഡിപ്പെൻഡൻസി വരിക, അതിനെയാണ് ആത്മനിർഭരത എന്ന് പറയുന്നത്. നമ്മുടെ കോവിഡ് വന്ന സമയത്ത് ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള കാര്യമായിരുന്നു ആത്മനിർഭരത അല്ലെങ്കിൽ സെൽഫ് ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് അല്ലെ. അതായത് നമ്മുടെ ഇന്ത്യയിൽ ഈ നമ്മുടെ നെല്ലായാലും ഗോതമ്പായാലും അങ്ങനെയുള്ള കാര്യങ്ങൾ നിറയെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഓയിൽ സീഡ്സ് സച്ച് ആസ് മസ്റ്റാർഡ്, ഗ്രൗണ്ട് നട്ട്, സെസ്മി, സോയാബീൻ, സൺഫ്ലവർ ഇതൊന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നത് വളരെ കുറവാണ്. ഇപ്പൊ നമ്മൾ റഷ്യ ഉക്രൈൻ വാറിന്റെ കോൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ റഷ്യ ഉക്രൈൻ അതുപോലെയുള്ള കൺട്രീസിനെയാണ് നമ്മൾ സൺഫ്ലവർ ഓയിലിനായിട്ട് കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പൊ റഷ്യ ഉക്രൈൻ വാർ നടന്ന സമയത്ത് വിലക്കയറ്റം, സൺഫ്ലവർ ഓയിലിന് വളരെയധികം വിലക്കയറ്റം ഉണ്ടായി. അത് നമ്മളെ കാര്യമായിട്ട് ബാധിച്ചു അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ ആത്മനിർഭരത അല്ലെങ്കിൽ സെൽഫ് ഡിപ്പെൻഡൻസി വരുത്തുക എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ആത്മനിർഭരത, ഓയിൽ സീഡ്സ് സച്ച് ആസ് മസ്റ്റാർഡ്, ഗ്രൗണ്ട് നട്ട്, സെസ്മി, സോയാബീൻ ആൻഡ് സൺഫ്ലവർ. നെക്സ്റ്റ് വരുന്നതാണ് നാഷണൽ കോർപ്പറേഷൻ പോളിസി ഫോർ സിസ്റ്റമാറ്റിക് ഓർഡർലി ഓൾ-റൗണ്ടർ ഡെവലപ്മെന്റ് ഓഫ് കോർപ്പറേറ്റീവ് സെക്ടർ. കോർപ്പറേറ്റീവ് സെക്ടറിന്റെ ഡെവലപ്മെന്റ് ആണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് വെജിറ്റബിൾ പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ ചെയിൻ. നമുക്കറിയാം ഫാർമേഴ്സിന്റെ ബാർഗെയിനിങ്ങിന് വേണ്ടിയിട്ട് promotion of farmer production organization, cooperatives and startups for vegetable supply chains for collection, storage and marketing. കുറേ അധികം സ്റ്റാർട്ടപ്പുകളുടെ കാര്യമാണ് വെജിറ്റബിൾ പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ ചെയിനിൽ പറയുന്നത്. അതായത് ഇതെല്ലാം തന്നെ ഫാമേഴ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. വെജിറ്റബിൾ സപ്ലൈ ചെയിൻസ് ഫോർ കളക്ഷൻ, സ്റ്റോറേജ് ആൻഡ് മാർക്കറ്റിംഗ്. വെജിറ്റബിൾസിന്റെ കളക്ഷനും സ്റ്റോറേജിനും മാർക്കറ്റിനുമായിട്ടുള്ള സ്റ്റാർട്ടപ്സ്, പ്രൊമോഷൻ ഓഫ് FPOs, കോർപ്പറേറ്റ്സ് എല്ലാം തന്നെയാണ് ഈ ഒരു പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് റിലീസ് ഓഫ് ന്യൂ വെറൈറ്റീസ്. ഈ നമ്പർ ഇമ്പോർട്ടന്റ് ആണ്. 109 ന്യൂ ഹൈ yielding ആൻഡ് ക്ലൈമറ്റ് റെസിലിയന്റ് വെറൈറ്റീസ്. 109 ന്യൂ ഹൈ yielding ആൻഡ് ക്ലൈമറ്റ് റെസിലിയന്റ് വെറൈറ്റീസ് ഓഫ് 32 field and horticulture crops will be released for cultivation by farmers. അതായത് 109 climate resilient high yielding climate resilient varieties, 109 high yielding varieties-ഉം 32 climate resilient varieties 32 എണ്ണമാണ് ഇറക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ റിലീസ് ഓഫ് ന്യൂ വെറൈറ്റീസ് 109 ഹൈ yielding, അതായത് നമുക്ക് കൂടുതൽ പ്രൊഡക്ഷൻ നൽകുന്ന വെറൈറ്റീസ്, ഹൈ yielding വെറൈറ്റീസ്, 32 ക്ലൈമറ്റ് റെസിലിയന്റ്, അതായത് കാലാവസ്ഥയ്ക്ക് പ്രതിരോധ ശേഷിയുള്ള, കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് പ്രതിരോധ ശേഷിയുള്ള 32 വെറൈറ്റീസ് ആണ് മുന്നോട്ട് വെക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് നാച്ചുറൽ ഫാമിംഗ്. നാച്ചുറൽ ഫാമിങ്ങിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് എന്താണ്?
കുറെ അധികം കീടനാശിനികൾ ഉപയോഗിക്കാതെ നാച്ചുറൽ സോഴ്സസ് ഉപയോഗിച്ചിട്ടുള്ള കൃഷിനെയാണ് നാച്ചുറൽ ഫാമിംഗ് എന്ന് പറയുന്നത്. 1 crore farmers across the country will initiated into natural farming, support by certification and branding in next 2 years. അതായത് നാച്ചുറൽ ഫാമിംഗ് എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കീടനാശിനികളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഫാമിംഗ് ആണ്. ഇതിനു വേണ്ടി ബയോ ഇൻപുട്ട് റിസോഴ്സസ് കൊണ്ടുവന്നിട്ടുണ്ട്, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എത്രയാണ്? 10,000 need based bio input resource centers to be established. അപ്പോൾ 10,000 bio input resources എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ഷ്രിംപ് പ്രൊഡക്ഷൻ ആൻഡ് എക്സ്പോർട്ട്. എക്സ്പോർട്ടിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഷ്രിംപ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഷ്രിംപിന്റെ എക്സ്പോർട്ടിംഗ്, ഫിനാൻസിംഗ് ഫോർ ഷ്രിംപ് ഫാമിംഗ് ആൻഡ് പ്രോസസിംഗ് ആൻഡ് എക്സ്പോർട്ട് വിൽ ബി ഫെസിലിറ്റേറ്റഡ് ത്രൂ നബാർഡ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആണ് നബാർഡ് എന്ന് പറയുന്നത് അല്ലെ. 1982 ബി ശിവരാമൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് നബാർഡ് വന്നിട്ടുള്ളത്. അപ്പോൾ ഷ്രിംപ് പ്രൊഡക്ഷൻ ആൻഡ് എക്സ്പോർട്ട്, ഫിനാൻസിംഗ് ഫോർ ഷ്രിംപ് ഫാമിംഗ് ആൻഡ് പ്രോസസിംഗ് ആൻഡ് എക്സ്പോർട്ട് വിൽ ബി ഫെസിലിറ്റേറ്റഡ് ത്രൂ നബാർഡ്. ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ, നമുക്കറിയാം ഡിജിറ്റലി ഉള്ള കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യാത്ത യാതൊരു സെക്ടറും ഇപ്പൊ ഇല്ല അല്ലെ. അപ്പൊ DPI, digital public infrastructure coverage of farmers and their lands in 3 years. Digital crop survey in 400 district. Digital crop survey നടത്തുന്നത് 400 ഡിസ്ട്രിക്റ്റിലാണ്. അപ്പൊ നെക്സ്റ്റ് വരുന്ന നമ്മുടെ പോയിന്റ് ആണ് ഇഷ്യൂവൻസ് ഓഫ് ജൻ സമർത്ത് ബേസ്ഡ് കിസാൻ ക്രെഡിറ്റ് കാർഡ്. അതായത് നമുക്കൊരു 13ഓളം ക്രെഡിറ്റ് ലിങ്ക്ഡ് ഗവൺമെന്റ് സ്കീംസ് ഉണ്ട്. ഒരു 13ഓളം ക്രെഡിറ്റ് ലിങ്ക്ഡ് ഗവൺമെന്റ് സ്കീംസ് ഉണ്ട്. ഈ ഗവൺമെന്റ് സ്കീംസ് എല്ലാം തന്നെ ഒരു പോർട്ടലിൽ കൂടി അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു പോർട്ടലിൽ തന്നെ ഈ എല്ലാ ക്രെഡിറ്റ് സ്കീംസും അവൈലബിൾ ആക്കിയിട്ടുള്ള പോർട്ടലാണ് ജൻ സമർത്ത് പോർട്ടൽ എന്ന് പറയുന്നത്. കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഒരു ക്രോപ്പ് കൃഷി ചെയ്യുകയാണെങ്കിൽ, ഒരു വിള നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് അതിന്റെ ക്രോപ്പ് സൈക്കിളിൽ നമുക്ക് കുറെ പൈസ ആവശ്യം വരും അല്ലെ. അപ്പൊ ഇതിനൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ ലോൺ എടുക്കാൻ പോയി ആ ഒരു കാര്യം, ഇപ്പൊ എനിക്ക് വളം വാങ്ങണം, ഞാനൊരു കർഷകയാണെങ്കിൽ എനിക്കൊരു വളം വാങ്ങണം കൃഷി ചെയ്യാനായിട്ട്. ആ വളം വാങ്ങാനായിട്ട് ഞാൻ ലോണിന് അപ്ലൈ ചെയ്ത് ലോൺ സാങ്ഷൻ ആയൊക്കെ വരുമ്പോഴത്തേക്കും കുറെ സമയം എടുക്കും അല്ലെ. അപ്പൊ കർഷകരുടെ പെട്ടെന്നുള്ള സഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ റിസോൾവ് ചെയ്യാനായിട്ട് കർഷകർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് അവരുടെ ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യുകയും അതിനുശേഷം വന്നിട്ട് എന്ത് ചെയ്താൽ മതി, അതിനുശേഷം അവരുടെ ക്രോപ്പ് സൈക്കിൾ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ഏകദേശം ഒരു 3 വർഷത്തിനുള്ളിൽ റീപേയ്മെന്റ് നടത്തിയാലും മതിയാകും. ഓക്കെ, ഇതാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇഷ്യൂവൻസ് ഓഫ് ജൻ സമർത്ത് ബേസ്ഡ് കിസാൻ ക്രെഡിറ്റ് കാർഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പ്രയോറിറ്റിയിലേക്ക് പോവാം, ദാറ്റ് ഇസ് എംപ്ലോയ്മെന്റ് ആൻഡ് സ്കില്ലിംഗ്. അപ്പൊ ഈ എംപ്ലോയ്മെന്റ് ആൻഡ് സ്കില്ലിങ്ങിന് പ്രൈം മിനിസ്റ്റർ പാക്കേജ് പ്രകാരം 3 സ്കീമാണുള്ളത്. പ്രൈം മിനിസ്റ്റർ പാക്കേജ് പ്രകാരം 3 സ്കീംസ് ഫോർ എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ്സ്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് സ്കീം എ, ദാറ്റ് ഇസ് ഫോർ ഫസ്റ്റ് ടൈമേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് സ്കീം എ. ദാറ്റ് ഇസ് 1 month wages to new entrants in all formal sectors. അതായത് ഫോർമൽ സെക്ടറിൽ ഫസ്റ്റ് ടൈം ജോലിക്ക് കയറുന്ന ആൾക്കാർക്ക് 3 ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് 15,000 രൂപ കൊടുക്കുന്നതാണ് നമ്മുടെ ഫസ്റ്റ് സ്കീം എന്ന് പറയുന്നത്. ഇതുവഴി 210 ലക്ഷം യൂത്തിനെയാണ് ബെനിഫിറ്റ് ചെയ്യുന്നത്. അതായത് എംപ്ലോയ്മെന്റ് ആൻഡ് സ്കില്ലിംഗ്, നമുക്കറിയാം നമ്മളൊരു ഡിഗ്രി പഠിച്ചു കഴിയുമ്പോഴത്തേക്കും സ്കിൽഫുൾ ആയിട്ട് ജോബ് മാർക്കറ്റിലേക്ക് സ്കിൽഫുൾ ആയിട്ടുള്ള ആൾക്കാരെ എത്തിക്കുകയും അവരെ എല്ലാവരെയും നമ്മുടെ യൂത്തിനെ എംപ്ലോയിഡ് ആക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് എംപ്ലോയ്മെന്റ് ആൻഡ് സ്കില്ലിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ഒരു പ്രയോറിറ്റി ആയിരിക്കുന്നത്. റെഡിയാണല്ലോ. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സ്കീം ബി ആണ്, ദാറ്റ് ഇസ് ജോബ് ക്രിയേഷൻ ഇൻ മാനുഫാക്ചറിങ്. അപ്പൊ ഇത് വരുന്നത് ഫസ്റ്റ് ടൈം എംപ്ലോയിനെയാണ് ഇതിലും ഇനി ലിങ്ക് ചെയ്തിരിക്കുന്നത്. ബോത്ത് എംപ്ലോയിക്കും എംപ്ലോയറിനും ഇൻസെന്റീവ്സ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിലെ കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ടാണ്. ബോത്ത് എംപ്ലോയിയും എംപ്ലോയറും, ജോലി കൊടുക്കുന്ന ആളും ജോലി ലഭിക്കുന്ന ആളും ഇതിൽ ബെനിഫിറ്റഡ് ആയിരിക്കും. 30 lakh യൂത്തിനാണ് ബെനിഫിറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്.
നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ സ്കീം സി എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് സപ്പോർട്ട് ടു എംപ്ലോയേഴ്സ്. ജോലി കൊടുക്കുന്ന ആൾക്കുള്ള സ്കീമാണ് നെക്സ്റ്റ് വരുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് 2 വർഷത്തേക്ക് എന്താണ്, ഗവൺമെന്റ് വിൽ റീഇംബേഴ്സ് EPFO കോൺട്രിബ്യൂഷൻസ്, എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻസ് കംപ്ലീറ്റ് ആയിട്ട് റീഇംബേഴ്സ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഓരോ എംപ്ലോയീസിനും ഗവൺമെന്റ് വിൽ റീഇംബേഴ്സ് EPFO കോൺട്രിബ്യൂഷൻസ് ഓഫ് എംപ്ലോയേഴ്സ് അപ് ടു 30,000 per month for 2 years for all new hirees. പുതിയതായിട്ട് ഹയർ ചെയ്യുന്ന ആൾക്കാരുടെ EPFO കോൺട്രിബ്യൂഷൻസ് എംപ്ലോയേഴ്സിന് എന്ത് കൊടുക്കുന്ന പറഞ്ഞത്, റീഇംബേഴ്സ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ ന്യൂ ഹയറീസിനും ₹30,000 per month ആണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് വഴി എന്താ സംഭവിക്കുന്നത്, കൂടുതൽ പേർക്ക് ജോലി കൊടുക്കാനായിട്ട് എംപ്ലോയേഴ്സിന് സാധിക്കുന്നു അല്ലെ. അവരതിൽ കൂടുതൽ പേർക്കുള്ള ജോലി കൊടുക്കാനായിട്ട് എംപ്ലോയേഴ്സ് തയ്യാറാവുകയും കൂടുതൽ ജോബ് വേക്കൻസികൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇതുവഴി 50 ലക്ഷം ജോബാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. expected to generate 50 lakh jobs. റെഡി ആണല്ലോ. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഇപ്പൊ അൺഎംപ്ലോയ്മെന്റ് കുറയ്ക്കാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രയോറിറ്റി വരുന്നത്. എംപ്ലോയ്മെന്റ് ആൻഡ് സ്കില്ലിംഗ്. സ്കീം എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈമേഴ്സിനാണ്. സ്കീം ബി എന്ന് പറയുന്നത് ജോബ് ക്രിയേഷൻ ഇൻ മാനുഫാക്ചറിംഗ് സെക്ടർ ആണ്. നെക്സ്റ്റ് വരുന്നത് സ്കീം സി സപ്പോർട്ട് ടു എംപ്ലോയേഴ്സ് ആണ്. ഇനി സ്കില്ലിംഗ് പ്രോഗ്രാമിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഗവൺമെന്റിന്റെ ഇനീഷ്യേറ്റീവ്സ് എന്ന് പറയുന്നത്, 20 lakh യൂത്ത് വിൽ ബി സ്കിൽഡ് ഓവർ 5-year പീരീഡ്. ഇനി വരുന്ന 5 വർഷത്തിൽ 20 lakh യൂത്തിനെ സ്കിൽഫുൾ ആക്കാനാണ് ട്രൈ ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്ക് അറിയുന്ന പോലെ തന്നെ നമ്മളൊരു കോഴ്സ് കഴിഞ്ഞ് ഒരു ജോബ് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഒരു കാര്യത്തിൽ ട്രെയിൻഡ് ആയിരിക്കുക അല്ലെങ്കിൽ സ്കിൽഫുൾ ആയിരിക്കുക എന്ന് പറയുന്നതിന്റെ ഇമ്പോർട്ടൻസ് ഗവൺമെന്റ് മനസ്സിലാക്കിയത് കൊണ്ടാണ് 20 lakh യൂത്ത് വിൽ ബി സ്കിൽഡ് ഓവർ 5 years of period. കൂടാതെ തന്നെ 10,000 industrial training institutes will be upgraded in hub and spoke arrangement with outcome orientation. But 10,000 industrial training institutes upgraded in hub and spoke arrangementലേക്ക് മാറുകയാണ് 10,000 ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ഔട്ട്കം ബേസ്ഡ് ഓറിയന്റേഷനിലേക്ക് മാറുകയാണ് എല്ലാ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും. നെക്സ്റ്റ് വരുന്നതാണ് കോഴ്സ് കണ്ടന്റ് ആൻഡ് ഡിസൈൻ അലൈൻഡ് ആസ് പെർ സ്കിൽ നീഡ്സ് ഓഫ് ഇൻഡസ്ട്രി. അതായത് ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഇൻഡസ്ട്രിക്ക് എന്ത് നീഡാണ് വേണ്ടത്. അതായത് നമുക്കറിയാം ഇപ്പൊ എന്തൊക്കെ എമേർജ് ചെയ്ത് വരുന്നുണ്ട്, AI പോലെയുള്ള കാര്യങ്ങൾ ഇപ്പൊ എമേർജ് ചെയ്ത് വരുന്നുണ്ട് അല്ലെ. അപ്പൊ ആ കാര്യങ്ങളിൽ ആൾക്കാരെ യൂത്തിനെ സ്കിൽഫുൾ ആക്കുക. അതുപോലെ തന്നെ കോഴ്സ് കണ്ടന്റ് ആൻഡ് ഡിസൈൻ, ആ ഒരു കോഴ്സും കണ്ടന്റും അലൈൻ ചെയ്തിരിക്കുന്നത് എന്താണ്, ആ സമയത്തെ ഇൻഡസ്ട്രിയൽ നീഡ്സിന് അനുസരിച്ചായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ഇതിൽ ബെനിഫിറ്റഡ് ആവുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. Facilitate higher participation of women in the workforce through setting up of working women hostels, collaboration with industry and establishing creches. അതായത് ഹയർ പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്ക് ഫോഴ്സിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം കൂട്ടുന്നതിനായിട്ട് വർക്കിംഗ് വുമൺ ഹോസ്റ്റൽസ് ഇൻഡസ്ട്രിയുമായി കൊളാബറേറ്റ് ചെയ്ത് ഉണ്ടാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് loans up to ₹7.5 lakh with a guarantee from a government promoted fund expected to help 25,000 students every year. അപ്പൊ 7.5 lakh ഗവൺമെന്റ് ഗ്യാരണ്ടിയിൽ 7.5 lakh ആണ് ലോൺസ് അപ് ടു 7.5 lakh ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് financial support for loans up to 10 lakh rupees 10 lakh for higher education in domestic institutionൽ പഠിക്കുന്നതിനായിട്ട് 10 ലക്ഷം രൂപയുടെ ഫിനാൻഷ്യൽ സപ്പോർട്ട്, 10 ലക്ഷം രൂപയാണ് ലോൺ കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു കാര്യം വരുന്നത്, ഈ ലോൺ അവെയിൽ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഗവൺമെന്റിന്റെ വേറെ യാതൊരു വിധ സപ്പോർട്ടും ഉണ്ടായിരിക്കാൻ പാടില്ല. അതായത് വേറെ എന്തെങ്കിലും ലോണുകളോ വേറെ എന്തെങ്കിലും ബെനിഫിഷ്യറീസോ ആയിട്ടുള്ള സ്റ്റുഡൻസിന്, വേറെ എന്തെങ്കിലും ഗവൺമെന്റ് സ്കീംസിന്റെ ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഈ ഒരു ലോൺ അവെയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഡൊമസ്റ്റിക് ആയിട്ട് പഠിക്കുന്നതിന്, അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ പഠിക്കുന്നതിന് 10 ലക്ഷം രൂപയുടെ ഫിനാൻഷ്യൽ സപ്പോർട്ടാണ്. എങ്ങനെയൊക്കെയാണ്? ഡയറക്റ്റ് വൗച്ചേഴ്സ് ടു 1 lakh സ്റ്റുഡന്റ് എവറി ഇയർ. വൗച്ചേഴ്സ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഡയറക്റ്റ് വൗച്ചേഴ്സ് ടു 1 lakh സ്റ്റുഡന്റ് എവറി year
ആനുവൽ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ, അതായത് ഇൻട്രസ്റ്റ് കുറച്ച് കൊടുക്കുന്നുണ്ട്, ഇൻട്രസ്റ്റിൽ കുറവ് വരുത്തി കൊടുക്കും. അല്ലെങ്കിൽ എത്രയാണ് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ വരുന്നത്? 3% ആണ് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പ്രയോറിറ്റിയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ വികസിത് ഭാരതിന്റെ നെക്സ്റ്റ് പ്രയോറിറ്റിയിലെ ഫസ്റ്റ് പോയിന്റ് ആണ് പൂർവോദയ വികാസ് ബി വിരാസത് ബി. അപ്പൊ ഇതിന്റെ മെയിൻ വരുന്നത് നമ്മുടെ ഈസ്റ്റേൺ പാർട്ടായിട്ടുള്ള ബീഹാർ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, ഇത്രയും സ്ഥലങ്ങളിൽ, ഇത്രയും സ്റ്റേറ്റിലെ എൻറിച്ച് ചെയ്യുക, ഇത്രയും സ്റ്റേറ്റുകളെ എൻറിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇൻ കേസ് ഓഫ് in generation of economic opportunities increase ചെയ്യുകയും വികസിത് ഭാരതിലേക്ക്, വികസനം ഉള്ള ഭാരതം, നമ്മുടെ വികസിത് ഭാരതിലേക്ക് നയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ലക്ഷ്യം എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഗയയിലുള്ള ഇൻഡസ്ട്രിയൽ നോഡായിട്ടുള്ള, നമ്മുടെ ബീഹാറിലെ ഗയയിലുള്ള ഇൻഡസ്ട്രിയൽ നോഡായിട്ടുള്ള അമൃത്സർ കൊൽക്കത്ത ഇൻഡസ്ട്രിയൽ കോറിഡോറിന്റെ ഡെവലപ്മെന്റ് ആണ് അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് പൂർവോദയയിൽ വരുന്നത്. നെക്സ്റ്റ് ഏതാണ്? ആന്ധ്രാപ്രദേശ് റെക്കഗ്നൈസേഷൻ ആക്ട്. ആന്ധ്രാപ്രദേശ് റെക്കഗ്നൈസേഷൻ ആക്ടിൽ വരുന്നത് financial support of 15,000 crores will be arranged in financial year 24-25. എന്തിനാണെന്നല്ല, ഫിനാൻഷ്യൽ സപ്പോർട്ട് 15,000 ക്രോറിന്റെ ഫിനാൻഷ്യൽ സപ്പോർട്ട് ആണ് ആന്ധ്രാപ്രദേശിന് വരുന്നത്. കംപ്ലീഷൻ ഓഫ് പൂലാവാരം ഇറിഗേഷൻ പ്രോജക്ട്, ഈയിടെയായി പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. പൂലാവാരം ഇറിഗേഷൻ പ്രോജക്ട് ഫോർ എൻഷ്യൂറിംഗ് ഫുഡ് സെക്യൂരിറ്റി ഓഫ് ദി നാഷൻ. നെക്സ്റ്റ് വരുന്നതാണ് എസെൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ സച്ച് ആസ് വാട്ടർ, പവർ, റെയിൽവേസ് ആൻഡ് റോഡ്സ് ഇൻ കോപ്പരത്തി നോഡ് ഓൺ വിശാഖപട്ടണം ചെന്നൈ ഇൻഡസ്ട്രിയൽ കോറിഡോർ and Orakkal node on Hyderabad Bengaluru industrial corridor. ഈ രണ്ട് ഇൻഡസ്ട്രിയൽ കോറിഡോറിലുമുള്ള വാട്ടർ, പവർ, റെയിൽവേ ആൻഡ് റോഡ് ഈ ഒരു വാട്ടർ, പവർ, റെയിൽവേ, റോഡ് പോലെയുള്ള എസെൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 ലക്ഷ്യങ്ങളാണ് ആന്ധ്രാപ്രദേശ് റെക്കഗ്നൈസേഷൻ ആക്ടിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഫിനാൻഷ്യൽ സപ്പോർട്ട്, പോലവാരം ഇറിഗേഷൻ പ്രോജക്റ്റിന്റെ കംപ്ലീഷൻ, പിന്നീട് വരുന്നത് വാട്ടർ, പവർ, റെയിൽവേ, റോഡ് പോലെയുള്ള എസെൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഈ പറഞ്ഞിട്ടുള്ള രണ്ട് ഇൻഡസ്ട്രിയൽ കോറിഡോറിലും ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് allocation of more than 3 lakh crore for schemes benefiting women and girls. സ്ത്രീകൾക്കായിട്ട് 3 ലക്ഷം crore ആണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെ സ്കീമിലാണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. allocation of more than 3 lakh crore for schemes benefiting, സ്ത്രീകളും കുട്ടികളും ബെനിഫിറ്റ് ആവും, സ്ത്രീകളും പെൺകുട്ടികളും ബെനിഫിറ്റ് ആവുന്ന സ്കീമുകളിലേക്ക് 3 ലക്ഷം കോടി രൂപയാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ആണ് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ. ഇതെന്ന് പറയുന്നത് സോഷ്യോ എക്കണോമിക് കണ്ടീഷനിൽ നമ്മുടെ ട്രൈബ്സ് പോലെയുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റീസിന്റെ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള സ്കീമാണ് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ എന്ന് പറയുന്നത്. 63,000 വില്ലേജുകളിലെ 5 crore 63,000 വില്ലേജുകളിലെ 5 crore ട്രൈബൽ പീപ്പിൾ ആണ് ഇതിന് ബെനിഫിറ്റഡ് ആവുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് നോർത്ത് ഈസ്റ്റേൺ റീജിയനിൽ 100 ബ്രാഞ്ചസ് ഓഫ് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക്. ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിന്റെ 100 ബ്രാഞ്ചസ് ആണ് നോർത്ത് ഈസ്റ്റേൺ റീജിയനിൽ ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത്. ഇങ്ങനെ ബാങ്കുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടുത്തെ എക്കണോമി ഇൻക്രീസ് ആവുകയും അങ്ങനെയുള്ള ഒരു സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് ആണ് ഗവൺമെന്റ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് എ പ്രൊവിഷൻ ഓഫ് 2.66 lakh crore ഫോർ റൂറൽ ഡെവലപ്മെന്റ് ഇൻക്ലൂഡിംഗ് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ. റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിനായിട്ട് 2.66 lakh crore rupees ആണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഫോർ റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. നെക്സ്റ്റ് വരുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് മാനുഫാക്ചറിങ് ആൻഡ് സർവീസ്. അപ്പൊ മാനുഫാക്ചറിങ് സെക്ടറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് MSMEs എന്ന് പറയുന്നത്, അല്ലെ, മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേര് ജോലി എടുക്കുന്ന, ഏറ്റവും കൂടുതൽ പേരിലേക്ക് ഗവൺമെന്റിന് പൈസ എത്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് MSME, മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ MSMEs ഇൻ ദി മാനുഫാക്ചറിങ് സെക്ടർ. മാനുഫാക്ചറിങ് സെക്ടറിലെ MSMEകൾക്ക്
ക്രെഡിറ്റ് ഗ്യാരണ്ടി കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ന്യൂ അസസ്മെന്റ് മോഡൽ ഫോർ MSME ക്രെഡിറ്റ്. MSMEകൾക്ക്, മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസുകൾക്ക് ക്രെഡിറ്റ് കൊടുക്കുമ്പോൾ ഏതൊക്കെ MSME ആണ് പ്രോപ്പർ ആയിട്ട്, ഏതൊക്കെ MSME ആണ് ക്രെഡിറ്റ് ബെനിഫിറ്റ് ഇപ്പൊ ആവശ്യമുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ആരൊക്കെയാണ് ലോൺ കൊടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് റീപേയ്മെന്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കറക്റ്റ് ആയിട്ടുള്ള അസസ്മെന്റിന് വേണ്ടിയിട്ട് MSMEകളെ അസസ് ചെയ്യുന്നതിനായിട്ട് ന്യൂ അസസ്മെന്റ് മോഡൽ കൊണ്ടുവരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് മുദ്ര ലോൺ. നമുക്കറിയാം മുദ്ര ലോൺ എന്ന് പൊതുവെ എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും. മുദ്ര ലോൺ എന്താണ്? പുതിയതായിട്ട് ഒരു ഓൺടർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള ലോണാണ് മുദ്ര ലോൺസ് എന്ന് പറയുകയാണെങ്കിൽ. അപ്പൊ ഈ മുദ്ര ലോണിന്റെ ലിമിറ്റ് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ അത് 10 lakh ആയിരുന്നു. അപ്പൊ മുദ്ര ലോൺ നമുക്ക് 3 തരത്തിലുണ്ട്. 3 തരത്തിലാണ് മുദ്ര ലോൺ ഉള്ളത്. നമ്മുടെ ശിശു, കിഷോർ ആൻഡ് നമ്മുടെ തരുൺ. ശിശു, കിഷോർ, തരുൺ എന്ന 3 വിഭാഗത്തിലാണ് നമ്മുടെ മുദ്ര ലോൺ ഉള്ളത്. ഇതിൽ ശിശു ലോൺ വരുന്നത് 50,000 രൂപയും 50,000 രൂപയാണ് ലിമിറ്റ്. കിഷോറിൽ വരുന്നത് 50 മുതൽ 5 ലക്ഷം വരെയാണ്. അപ്പൊ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ വരെ തരുണിൻ്റെത് 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ആയിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അത് എന്ത് ചെയ്തു? തരുണില് അത് ഇൻക്രീസ് ചെയ്ത് 20 ലക്ഷം ആക്കിയിട്ടുണ്ട്. പക്ഷെ അത് ആർക്കാണ് കിട്ടുക? കറക്റ്റ് ആയിട്ട് ഒരു ക്ലോസ് വെച്ചിട്ടുണ്ട്. Entrepreneurs who have availed and successfully repaid previous loans under the Tarun category. Tarun category മുദ്ര ലോൺ എടുക്കുകയും അത് കറക്റ്റ് ആയിട്ട് റീപേയ്മെന്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഓൺടർപ്രണേഴ്സിനാണ് ഈ 20 ലക്ഷം വരെ ലോൺ എടുക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് എൻഹാൻസ്ഡ് സ്കോപ്പ് ഫോർ മാൻഡേറ്ററി ഓൺബോർഡിംഗ് ഓഫ് ട്രെഡ്സ്. അതായത് ഇപ്പൊ MSMEകളിൽ പ്രോഡക്റ്റ് ഉണ്ടാക്കുകയും അത് അവർ സെല് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷെ അവർക്ക് കറക്റ്റ് ആയിട്ട് ക്യാഷ് റീപേയ്മെന്റ് ലഭിക്കുന്നില്ല എങ്കിൽ അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ അവിടെ ബ്ലോക്ക് ആയി അല്ലെ. പിന്നീട് MSMEകൾക്ക് പ്രവർത്തിക്കാനുള്ള ആ ഒരു വർക്കിംഗ് ക്യാപിറ്റലിന്റെ ബ്ലോക്കിംഗ് നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ട്രെഡ്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉള്ളത്. ഈ ട്രെഡ് പ്ലാറ്റ്ഫോം വഴി പെട്ടെന്ന് തന്നെ നമ്മുടെ റിസീവബിൾ ക്യാഷ് ആയിട്ട് മാറ്റാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ട്രെഡ് പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട്, ട്രെഡ് പ്ലാറ്റ്ഫോമിൽ ഓൺബോർഡ് ചെയ്യുന്നതിനായിട്ടുള്ള ടേൺ ഓവർ ത്രഷോൾഡ് എന്ത് ചെയ്തിട്ടുണ്ട്? ടേൺ ഓവർ ത്രഷോൾഡ് 500 കോടിയിൽ നിന്നും 250 കോടിയായിട്ട് കുറച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ MSMEകളെ എൻറിച്ച് ചെയ്യുക, MSMEകളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് MSME യൂണിറ്റ്സ് ഫോർ ഫുഡ് ഇറാഡിയേഷൻ ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി ടെസ്റ്റിംഗ്. അതായത് നമുക്കറിയാം, നമ്മൾ ഫുഡ് ഒരു സ്ഥലത്ത് നിന്നും വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അതിന്റെ ഒരു ട്രാവലിംഗ് പീരീഡിൽ ഫുഡ് കേട് വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. ബാക്ടീരിയകളൊക്കെ എഫക്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ടൈം കൂടുന്നത് കൊണ്ട് എല്ലാം തന്നെ ഫുഡ്, നമ്മുടെ ഭക്ഷണ സാധനങ്ങൾ കേട് വന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് കുറയ്ക്കുന്നതിനായിട്ട് ഇറേഡിയേഷൻ ചെയ്യുക, ഫുഡ് ഇറേഡിയേഷൻ ചെയ്യുക, ക്വാളിറ്റി ചെക്കിംഗ് നടത്തുക, സേഫ്റ്റി ടെസ്റ്റിംഗ് നടത്തുക. അതിനുവേണ്ടി MSME യൂണിറ്റ്സുകൾ എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ സപ്പോർട്ട് ഫോർ സെറ്റിംഗ് ഓഫ് 50 multi food product irradiation units in the MSME sector will be provided. Setting up of 100 food quality and safety testing labs with NABL accreditation will be facilitated. 50 multi product food irradiation units സ്ഥാപിക്കുന്നതാണ് പറഞ്ഞത്. 100 food quality and safety testing labsകൾ കൂടാതെ NABLന്റെ അക്രഡിറ്റേഷനും കൂടി ഫെസിലിറ്റേറ്റ് ചെയ്യുമെന്നാണ് ഈ കാര്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ക്രെഡിറ്റ് സപ്പോർട്ട് ടു MSME ഡ്യൂറിംഗ് സ്ട്രെസ് പീരീഡ്. MSMEയുടെ സ്ട്രെസ് പീരീഡിൽ MSMEകൾക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റിയും കൂടി ഗവൺമെന്റ് ഈ ബജറ്റിൽ ഉറപ്പാക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ്. ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റിയിൽ വരുന്നത് 500ഓളം ടോപ്പ് കമ്പനികളിൽ 1 crore യൂത്തിന് 5 ഇയറിലേക്ക് ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ വരുന്ന ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റിയിലെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കൂടാതെ തന്നെ 5000 പെർ മന്ത് എന്ത് കൊടുക്കാണ്? 5000 പെർ മന്ത് ഗവൺമെന്റ് യൂത്തിന് ഒരു അസിസ്റ്റൻസ് കൊടുക്കാണ്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുകയാണ്. കൂടാതെ തന്നെ ഒരു പ്രാവശ്യം എന്ത് കൊടുക്കും? അലവൻസ് ഓഫ് 5000 പെർ മന്ത് അലോയിങ് വിത്ത് 1 ടൈം, ഒരു പ്രാവശ്യം മാത്രം 6000 രൂപയുടെ അസിസ്റ്റൻസ് ഉണ്ടാവും. ഒറ്റ ടൈം 6000 രൂപ.
പിന്നീട് എല്ലാ മാസവും 5000 രൂപയുടെ ക്രെഡിറ്റ് അസിസ്റ്റൻസ് ഈ ഒരു ഇന്റേൺഷിപ്സ് എടുക്കുന്ന യൂത്തിന് ലഭിക്കുന്നതായിരിക്കും. എന്താണ്, 500 ടോപ്പ് കമ്പനികളിൽ 1 crore യൂത്തിന് 5 ഇയറിലേക്കാണ് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് 12 ഇൻഡസ്ട്രിയൽ പാർക്സ് അണ്ടർ ദി നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് പ്രോഗ്രാം. 12 ഇൻഡസ്ട്രിയൽ പാർക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ തന്നെ റെന്റൽ ഹൗസ് വിത്ത് ഡോർമെറ്ററി ടൈപ്പ് അക്കോമഡേഷൻ ഫോർ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ്. ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിന് അവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന പ്രോബ്ലം എന്ന് പറയുന്നത് അക്കോമഡേഷൻ ആണ്. അപ്പൊ ഈ അക്കോമഡേഷൻ വളരെ വൃത്തിയുള്ള രീതിയിൽ റെന്റൽ ഹൗസ് വിത്ത് ഡോർമെറ്ററി ടൈപ്പ് അക്കോമഡേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ തന്നെ ക്രിട്ടിക്കൽ മിനറൽസ് മിഷൻ ഫോർ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ, നമ്മുടെ ക്രിട്ടിക്കൽ മിനറൽസ്, നമ്മുടെ മിനറൽസിന്റെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ, റീസൈക്ലിംഗ്, ഓവർസീസ് അക്വിസിഷൻ, ഇതൊക്കെ ഗവൺമെന്റിന്റെ പ്ലാനുകളിൽ, ബജറ്റിൽ വരുന്ന ഇമ്പോർട്ടന്റ് പ്ലാനുകളാണ്. കൂടാതെ തന്നെ നമ്മുടെ ട്രിബ്യൂണൽസ്, നമ്മുടെ സ്ട്രെങ്തനിങ് ദി ട്രിബ്യൂണൽസിനെയും അപ്പലേറ്റ് ട്രിബ്യൂണലിനെയും അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെയും പ്രവർത്തനങ്ങൾ സ്പീഡപ്പ് ചെയ്യുകയും ഇൻസോൾവൻസി റെസൊല്യൂഷൻസ് ആൻഡ് അഡീഷണൽ ട്രിബ്യൂണൽസ് ടു ബി എസ്റ്റാബ്ലിഷ്ഡ്. നമ്മുടെ ട്രിബ്യൂണൽസിനെയും അപ്പലേറ്റ് ട്രിബ്യൂണൽസിന്റെയും ഡിസ്പ്യൂട്ട്സ്, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ഫാസ്റ്റൻ ചെയ്യുക. കൂടാതെ തന്നെ അഡീഷണൽ ട്രിബ്യൂണൽസ് സ്ഥാപിക്കുക എന്നുള്ളത് ബജറ്റിലെ ഹൈലൈറ്റ്സ് ആണ്. നെക്സ്റ്റ് വരുന്ന പ്രയോറിറ്റി ആണ് അർബൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അർബൻ ഡെവലപ്മെന്റിൽ ഫസ്റ്റ് വരുന്നത് സ്റ്റാമ്പ് ഡ്യൂട്ടി, എൻകറേജിങ് ദ സ്റ്റേറ്റ് ടു ലോവർ സ്റ്റാമ്പ് ഡ്യൂട്ടി. അതായത് നമുക്കൊരു പ്രോപ്പർട്ടി നമ്മൾ ഓൺ ചെയ്താലോ സെൽ ചെയ്താലോ ഒക്കെ സ്റ്റേറ്റ് ഗവൺമെന്റ് നമ്മുടെ മുകളിൽ ചുമത്തുന്നതാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി, അല്ലെ? അപ്പൊ എൻകറേജിങ് സ്റ്റേറ്റ് ടു ലോവർ ദ സ്റ്റാമ്പ് ഡ്യൂട്ടീസ് ഫോർ പ്രോപ്പർട്ടീസ് പർച്ചേസ്ഡ് ബൈ വുമൺ. സ്ത്രീകൾ ഒരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ പുറത്തുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി കുറയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് സ്ട്രീറ്റ് മാർക്കറ്റ്, എൻവിഷനിങ് എ scheme to develop 100 weekly hats for or food street hubs in selected cities. Selected cities-ൽ സ്ട്രീറ്റ് മാർക്കറ്റ് അല്ലെങ്കിൽ ഫുഡ് ഹബ്സ് ഉണ്ടാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്, വീക്ക്ലി ഹാറ്റ്സ് ആയിട്ട്. നെക്സ്റ്റ് ട്രാൻസിറ്റ് ഓറിയന്റഡ് ഡെവലപ്മെന്റ്. അപ്പൊ ഈ ട്രാൻസിറ്റ് ഓറിയന്റഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇപ്പൊ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട്, നമ്മുടെ മെട്രോ പോലെയുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട്, അതിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസിൽ കുറെ അധികം ബിസിനസ് സ്ഥാപനങ്ങള്, കുറെ അധികം റെസിഡൻസ്, ഇതൊക്കെ കൊണ്ടുവരികയും ആ ഒരു ഏരിയനെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നതാണ് ട്രാൻസിറ്റ് ഓറിയന്റഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ട്രാൻസിറ്റ് ഓറിയന്റഡ് ഡെവലപ്മെന്റ് പ്ലാൻ ഫോർ 14 large cities with a population above 30 lakh. But transit oriented development in 14 larger cities. Next വരുന്നതാണ് water management, promote water supply, sewage treatment and solid waste management project and service for 100 large cities through bankable project. അതായത് 100 ലാർജ് സിറ്റീസിൽ വാട്ടർ മാനേജ്മെന്റ്, അതായത് നമ്മുടെ വാട്ടർ സപ്ലൈ, സീവേജ് ട്രീറ്റ്മെന്റ്, വേസ്റ്റ് മാനേജ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യുന്ന പ്രോഗ്രാമാണ് വാട്ടർ മാനേജ്മെന്റിൽ വരുന്നത്. നെക്സ്റ്റ് ആണ് നമ്മുടെ പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 1 നമ്മൾ ഓൾറെഡി കണ്ടതാണ് ഫസ്റ്റ്. ഇത് നെക്സ്റ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ദാറ്റ് ഈസ് പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0. 1 crore urban needs of 1 crore urban poor and middle class family will be addressed with investment of 10 lakh crore. 10 ലക്ഷം കോടിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0യിലേക്ക് ഗവൺമെന്റ് നീക്കി വെച്ചിരിക്കുന്നത്. Enabling policies and regulations for efficient, transparent and റെന്റൽ ഹൗസിംഗ് മാർക്കറ്റ്. നമുക്കറിയാം റെന്റൽ ബിസിനസ് മാർക്കറ്റ് എന്ന് പറയുന്നത് കുറേ അധികം പ്രശ്നങ്ങളും കുറേ അധികം പറ്റിക്കലും ഒക്കെ നടക്കുന്ന കാര്യങ്ങളാണ്, അല്ലെ? നമ്മുടെ റെന്റൽ ഹൗസിംഗ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ റെന്റൽ ഹൗസിംഗ് മാർക്കറ്റിന് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ട്രാൻസ്പെറന്റ് ആക്കുക, അതുവഴി കുറേ അധികം പ്രശ്നങ്ങൾ കുറയ്ക്കുക, സുതാര്യമാക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. റെഡിയാണല്ലോ? നെക്സ്റ്റ് വരുന്ന നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രയോറിറ്റി ആണ് എനർജി സെക്യൂരിറ്റി എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇപ്പൊ ഗവൺമെന്റിന്റെ മെയിൻ കൺസേൺ ആണ് നമ്മുടെ ഫോസിൽ ഫ്യൂവൽസ് ഉപയോഗിക്കുന്നത് കുറച്ച് റിന്യൂവബിൾ എനർജി സോഴ്സിലേക്ക് സ്വിച്ച് ചെയ്യാന്നുള്ളത്, അല്ലെ? അപ്പൊ എനർജി സെക്യൂരിറ്റി ആണ് നമ്മുടെ നെക്സ്റ്റ് വരുന്നത്. ഇനീഷ്യേറ്റീവ്സ് വിത്ത് പ്രൈവറ്റ് സെക്ടർ ഇൻ ന്യൂക്ലിയർ എനർജി. ന്യൂക്ലിയർ എനർജി പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ന്യൂക്ലിയർ ഫിഷൻ വഴിയാണ് നമ്മൾ ന്യൂക്ലിയർ എനർജി ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെ? യെസ്. അപ്പൊ ന്യൂക്ലിയർ എനർജിക്ക് വേണ്ടി
പ്രൈവറ്റ് സെക്ടറുമായിട്ട് എന്ത് ചെയ്യാണ്, ഇനീഷ്യേറ്റീവ്സ് വിത്ത് പ്രൈവറ്റ് സെക്ടറുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാണ്. സെറ്റിംഗ് അപ്പ് വിത്ത് ഭാരത് സ്മോൾ റിയാക്ടേഴ്സ്, അതായത് നമുക്കറിയാം ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്ന് പറയുന്നത് വളരെ വലിയ പ്ലാന്റുകളായിരിക്കും. അപ്പൊ ഭാരത് സ്മോൾ റിയാക്ടേഴ്സ് സെറ്റപ്പ് ചെയ്യാന്നുള്ളതാണ്. നെക്സ്റ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഭാരത് സ്മോൾ മോഡുലാർ റിയാക്ടർ ആൻഡ് ന്യൂവർ ടെക്നോളജീസ് ഫോർ ന്യൂക്ലിയർ എനർജി. ഭാരത് സ്മോൾ റിയാക്ടേഴ്സ് നിർമ്മിക്കുക, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫോർ ഭാരത് സ്മോൾ റിയാക്ടേഴ്സ് ആൻഡ് ന്യൂവർ ടെക്നോളജി, നമ്മുടെ ന്യൂക്ലിയർ എനർജി ഉണ്ടാക്കുന്നതിനായിട്ട് ന്യൂവർ ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് വരുന്ന ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. കൂടാതെ തന്നെ പംപ്ഡ് സ്റ്റോറേജ് പോളിസി, ഇലക്ട്രിസിറ്റി സ്റ്റോറേജ് ഫെസിലിറ്റേറ്റ് ചെയ്യുക, അത് സ്മൂത്ത് ആക്കുന്നതിനായിട്ട് കുറച്ചധികം ഫോർ ഇലക്ട്രിസിറ്റി സ്റ്റോറേജ് ആൻഡ് ഫെസിലിറ്റേഷൻ ഓഫ് സ്മൂത്ത് ഇന്റഗ്രേഷൻ ഓഫ് ഗ്രോയിങ് ഷെയർ ഓഫ് റിന്യൂവബിൾ എനർജി. റിന്യൂവബിൾ എനർജിയുടെ ഷെയർ, അതായത് റിന്യൂവബിൾ എനർജി, ഇപ്പൊ സോളാർ പോലെയുള്ള റിന്യൂവബിൾ എനർജി വെച്ച് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രൊമോട്ട് ചെയ്യാനാണ് പംപ്ഡ് സ്റ്റോറേജ് പോളിസി എന്ന് പറയുന്നത്. ഫോർ ഇലക്ട്രിസിറ്റി സ്റ്റോറേജ് ആൻഡ് ഫെസിലിറ്റേഷൻ ഓഫ് സ്മൂത്ത് ഇന്റഗ്രേഷൻ ഓഫ് ഗ്രോയിങ് ഷെയർ ഓഫ് റിന്യൂവബിൾ എനർജി. നെക്സ്റ്റ് വരുന്നതാണ് എനർജി ഓഡിറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഫോർ ഷിഫ്റ്റിംഗ് ഓഫ് മൈക്രോ സ്മോൾ ഇൻഡസ്ട്രീസ് ടു ക്ലീനർ ഫോംസ് ഓഫ് എനർജി. അതായത് റിന്യൂവബിൾ എനർജി ഉപയോഗിച്ച് എനർജി പ്രൊഡ്യൂസ് ചെയ്യുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്ന റിന്യൂവബിൾ എനർജി, ക്ലീനർ ഫോംസ് ഓഫ് എനർജി എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. നമ്മൾ റിന്യൂവബിൾ എനർജിയിലേക്ക് സ്വിച്ച് ചെയ്യുന്ന മൈക്രോ സ്മോൾ മീഡിയം ഇൻഡസ്ട്രീസിന് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക. കൂടാതെ തന്നെ ഫെസിലിറ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഗ്രേഡ് എനർജി ഓഡിറ്റ് ഇൻ 60 ക്ലസ്റ്റേഴ്സ്. നെക്സ്റ്റ് ഫേസ് എക്സ്പാൻഡ്സ് ടു 100 ക്ലസ്റ്റേഴ്സ്. ഇൻവെസ്റ്റ്മെന്റ് ഗ്രേഡ് എനർജി ഓഡിറ്റ് 60 ക്ലസ്റ്റേഴ്സ് ആക്കുക, നെക്സ്റ്റ് ഫേസിൽ അത് 100 ക്ലസ്റ്റേഴ്സ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വരുന്നതാണ് AUSC, അതായത് അഡ്വാൻസ്ഡ് അൾട്രാ സൂപ്പർ ക്രിട്ടിക്കൽ തെർമൽ പവർ പ്ലാന്റ്സ്. ഇതൊരു ജോയിന്റ് വെഞ്ചർ ആണ്. NTPCയുടെയും ബെയിലിന്റെയും ഒരു ജോയിന്റ് വെഞ്ചർ ആണ് ഈ AUSC തെർമൽ പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. ഫുൾ സ്കെയിൽ ഡെവലപ്പ് ആവുകയാണ്. സെറ്റപ്പ് a full scale 800 മെഗാവാട്ട് കമേഴ്ഷ്യൽ പ്ലാന്റ്. ഇത് AUSC തെർമൽ പവർ പ്ലാന്റ്, അഡ്വാൻസ് അൾട്രാ സൂപ്പർ ക്രിട്ടിക്കൽ പവർ പ്ലാന്റ് എന്ന് പറയുന്നത് NTPCന്റെയും ബെയിലിന്റെയും ഒരു ജോയിന്റ് വെഞ്ചർ ആണെന്നുള്ള കാര്യം ഓർക്കുക. നെക്സ്റ്റ് വരുന്നതാണ് PM സൂര്യഘർ മഫ്ത് ബിജിലി യോജന. നമുക്കറിയാം എല്ലാ വീടുകളിലും സോളാർ പ്ലാന്റ് വെക്കുകയും അവിടെ 300 യൂണിറ്റ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എവറി മന്ത് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെയുള്ള സ്കീമാണ് PM സൂര്യഘർ മഫ്ത് ബിജിലി യോജന എന്ന് പറയുന്നത്. 1 crore ഹൗസ് ഹോൾഡിൽ ഫ്രീ ഇലക്ട്രിസിറ്റി ഉറപ്പാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. 1.28 കോടി രജിസ്ട്രേഷൻ ആൻഡ് 14 lakh അപ്ലിക്കൻസ് ആണ് ഇതുവരെയും ഈ ഒരു യോജനയിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എനർജി എഫിഷ്യൻസി ഉറപ്പാക്കുന്നതിനും ക്ലീനർ എനർജി സോഴ്സിലേക്കുള്ള സ്വിച്ചിങ് ആണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഇൻഫ്രാസ്ട്രക്ചറിൽ ഏതൊക്കെയാണ്? 11,11,111 കോടി രൂപയാണ് ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് നീക്കി വെച്ചിരിക്കുന്നത്. അതായത് GDPയുടെ 3.4% ആണ് നീക്കിയിരിപ്പ്. ഇനി 1.5 lakh crore to states as long-term interest-free loans to support resource allocation. സ്റ്റേറ്റുകൾക്ക് 1.5 ലക്ഷം കോടി രൂപയാണ് റിസോഴ്സ് അലോക്കേഷൻ ആയിട്ട് ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫേസ് 4 ഓഫ് പ്രധാനമന്ത്രി ഗഡ്സെറ്റ് യോജന. നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ PMGSY will be launched to provide all weather connectivity to 25,000 rural habitations. അപ്പോൾ all weather connectivity നമുക്കറിയാം PMGSY എന്ന് പറയുന്നത് റോഡ് കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള യോജനയാണ്. അപ്പോൾ all weather connectivityക്കായി 25,000 റൂറൽ ഹാബിറ്റേഷനിലേക്ക് all weather connectivity ആണ് ഉറപ്പാക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് വരുന്നതാണ് ഇറിഗേഷൻ ആൻഡ് ഫ്ലഡ് മീറ്റിഗേഷൻ എന്ന് പറയുന്നത്. കോസി മേച്ചി ഇൻട്രാ ലിങ്കിന് വേണ്ടിയിട്ടും 20 അതർ ഓൺഗോയിങ് സ്കീംസിന് വേണ്ടിയിട്ടും 11,500 കോടി രൂപയാണ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് വരുന്നത്. കോസി എന്ന് പറയുന്നത് ഗംഗയുടെ ട്രിബ്യൂട്ടറി ആണ്. മേച്ചി എന്ന് പറയുന്നത് മഹാനന്ദ റിവറിന്റെ ട്രിബ്യൂട്ടറി ആണ്.
നമ്മുടെ മേച്ചി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫ്ലഡ് മാനേജ്മെന്റ്, അസിസ്റ്റൻസ് ഫോർ ഫ്ലഡ് മാനേജ്മെന്റ് റിലേറ്റഡ് പ്രോജക്ട്സ് ഇൻ ആസാം, സിക്കിം, ഉത്തരാഖണ്ഡ്. ആസാം, സിക്കിം, ഉത്തരാഖണ്ഡ് ഈ 3 സ്റ്റേറ്റുകളിലും ഫ്ലഡ് മാനേജ്മെന്റിനുള്ള അസിസ്റ്റൻസ് ആണ് നെക്സ്റ്റ് വരുന്നത്. നെക്സ്റ്റ് എന്താണ്? അസിസ്റ്റൻസ് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് റീഹാബിലേഷൻ ഇൻ ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിൽ അസിസ്റ്റൻസ് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് റീഹാബിലേഷൻ ആണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഇൻഫ്രാസ്ട്രക്ചർ. അടുത്ത പ്രയോറിറ്റി നമുക്ക് നോക്കാം. ഡെവലപ്മെന്റ് ഓഫ് വിഷ്ണുപത് ടെമ്പിൾ കോറിഡോർ ആൻഡ് മഹാബോധി ടെമ്പിൾ കോറിഡോർ. വിഷ്ണുപത് ടെമ്പിൾ കോറിഡോർ എവിടെയാണ്? ഗയ, ബീഹാർ അല്ലെ. നെക്സ്റ്റ് മഹാബോധി ടെമ്പിൾ കോറിഡോർ. മഹാബോധി ടെമ്പിൾ ബോധിഗയയാണ് മഹാബോധി ടെമ്പിൾ കോറിഡോർ വരുന്നത്. മോഡൽഡ് ഓൺ കാശി വിശ്വനാഥ് ടെമ്പിൾ കോറിഡോർ. അപ്പൊ വിഷ്ണുപത് ടെമ്പിൾ കോറിഡോറിന്റെയും മഹാബോധി ടെമ്പിൾ കോറിഡോറിന്റെയും ഡെവലപ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വരുന്നതാണ് കോംപ്രഹെൻസീവ് ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്സ് ഓഫ് രാജ്ഗീർ. ഹിന്ദുയിസം, ബുദ്ധിസം, ജൈനിസം ഇത്തരം കാര്യങ്ങൾക്ക് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു സ്ഥലം ഒന്നാണ് രാജ്ഗീർ എന്ന് പറയുന്നത്. അപ്പൊ കോംപ്രഹെൻസീവ് ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ് ഫോർ രാജ്ഗീർ, രാജ്ഗീറിന്റെ കോംപ്രഹെൻസീവ് ഡെവലപ്മെന്റ്. നെക്സ്റ്റ് വരുന്നതാണ് നളന്ദ. നമ്മുടെ ഗ്ലോറിയസ് ആയിട്ടുള്ള നളന്ദ യൂണിവേഴ്സിറ്റിയെ ഒരു ടൂറിസം ഡെവലപ്മെന്റ്, നളന്ദ യൂണിവേഴ്സിറ്റിയെ ടൂറിസവുമായി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് അവിടെ ടൂറിസം ഡെവലപ്മെന്റ് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ദ ഡെവലപ്മെന്റ് ഓഫ് നളന്ദ യൂണിവേഴ്സിറ്റി. നളന്ദ യൂണിവേഴ്സിറ്റിയുടെ പുതിയ ക്യാമ്പസ് ബീഹാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അടുത്താണ് ഇനാഗുറേറ്റ് ചെയ്തത് അല്ലെ. നെക്സ്റ്റ് ഒഡീഷ സ്റ്റേറ്റിന്റെ കോംപ്രഹെൻസീവ് ഡെവലപ്മെന്റ്, സീനിക് ബ്യൂട്ടി, ടെമ്പിൾസ്, മോണ്യുമെന്റ്സ്, ക്രാഫ്റ്റ്മാൻഷിപ്പ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഇതിന്റെ ഒക്കെ ഡെവലപ്മെന്റ് ആണ് ഒഡീഷയിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഇന്നോവേഷൻ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. നമ്മുടെ അടുത്ത പ്രയോറിറ്റി നമ്മുടെ ഓപ്പറേഷണലൈസേഷൻ ഓഫ് അനുസന്ധാൻ നാഷണൽ റിസർച്ച്. ഈ അനുസന്ധാൻ നാഷണൽ റിസർച്ച് എന്ന് കേൾക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ജയ് ജവാൻ ആൻഡ് ജയ് കിസാൻ, ജയ് ജവാൻ ജയ് കിസാൻ പദ്ധതികൾ അത് കൊണ്ടുവന്ന ആരാണ്? ജയ് ജവാൻ ജയ് കിസാൻ നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രിയും. അതിനുശേഷം ഇതിലേക്ക് ജയ് വിജ്ഞാൻ എന്ന് പറഞ്ഞത് ആരാണ്? ജയ് വിജ്ഞാൻ എന്ന് പറഞ്ഞത് അടൽ ബിഹാരി വാജ്പേയി ആണ്. അതിനുശേഷം ജയ് അനുസന്ധാൻ എന്ന് പറഞ്ഞാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലെ. അപ്പൊ ഓപ്പറേഷണലൈസേഷൻ ഓഫ് അനുസന്ധാൻ നാഷണൽ റിസർച്ച്. അനുസന്ധാൻ നാഷണൽ റിസർച്ച് എന്ന് പറയുന്നത് നമ്മുടെ കോളേജുകൾ, യൂണിവേഴ്സിറ്റികൾ ഇവിടെയൊക്കെ ഇന്നോവേഷൻസും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് അനുസന്ധാൻ നാഷണൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ ബേസിക്കലി. ഓക്കെ, കൂടാതെ പ്രൈവറ്റ് സെക്ടർ ഡ്രിവൺ റിസർച്ചുകൾക്ക്, പ്രൈവറ്റ് സെക്ടറിലുള്ള റിസർച്ചുകൾക്ക് എത്രയാണ്? പ്രൈവറ്റ് സെക്ടറിലെ റിസർച്ചിനും ഇന്നോവേഷനുമായിട്ട് 1 lakh crore പാക്കേജ് ആണ് മാറ്റിവെച്ചിരിക്കുന്നത്. കൂടാതെ സ്പേസ് എക്കണോമി എ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് ഓഫ് 1000 crore. ഇപ്പൊ നമ്മൾ കേട്ടതാണ് അഗ്നികുൽ കോസ്മോസ് അല്ലെ, ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള അഗ്നികുൽ കോസ്മോസുകൾ പോലെയുള്ള പ്രൈവറ്റ് സെക്ടർ കമ്പനീസ് ഉണ്ട്. ഒരുപാട് സ്പേസ് എക്കണോമിക്കും ഇന്നോവേഷനും ടെക്നോളജിക്കും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അവർക്കൊക്കെ അതുപോലെയുള്ള കമ്പനികൾക്ക് 1000 crore is to be set up. കൂടാതെ 1 lakh crore പ്രൈവറ്റ് സെക്ടർ ഡ്രിവൺ ആയിട്ടുള്ള കമ്പനികൾക്ക് എത്രയാണ്? 1 lakh crore പാക്കേജ് ആണ് നീക്കി വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ആണ് നെക്സ്റ്റ് ജനറേഷൻ റീഫോംസിൽ വരുന്നതാണ് റൂറൽ അർബൻ ലാൻഡ് റിലേറ്റഡ് ആക്ഷൻസ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ആധാർ കാർഡ് പോലെ തന്നെ ഭൂമിക്ക് ഭൂ ആധാർ കൊടുക്കാൻ പോവാണ്. യുണീക് ലാൻഡ് പാർസൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ ഓർ ഭൂ ആധാർ ഫോർ ഓൾ ലാൻഡ്സ്. എല്ലാ ലാൻഡിനും ഭൂ ആധാർ കൊടുക്കാൻ പോവാണ്. അപ്പൊ ഈസി ആയിട്ട് ഗവൺമെന്റിനും ഓരോ ലാൻഡും ആരുടേതാണ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ലാൻഡിന്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, ഏതൊക്കെ ലാൻഡിനാണ് ടാക്സ് അടച്ചിട്ടുള്ളത്, ഏതിനാണ് അടക്കാത്തത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് പറ്റും. നെക്സ്റ്റ് ആണ് സർവേ ഓഫ് മാപ്പ് സബ്ഡിവിഷൻസ് ആസ് പെർ കറന്റ് ഓണർഷിപ്പ്. സർവേ ഓഫ് മാപ്പ് സബ്ഡിവിഷൻസ് ആസ് പെർ കറന്റ് ഓണർഷിപ്പ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ലിങ്കേജ് ടു ദി ഫാമേഴ്സ് രജിസ്ട്രീസ്. നെക്സ്റ്റ് ലാൻഡ് റെക്കോർഡ്സ് ഇൻ അർബൻ ഏരിയാസ് വിൽ ബി ഡിജിറ്റൈസ്ഡ് വിത്ത് GIS മാപ്പിംഗ്.
നമ്മുടെ GIS മാപ്പിംഗ് വഴി ലാൻഡ് റെക്കോർഡ്സ് ഇൻ അർബൻ ഏരിയ ഡിജിറ്റൈസ് ചെയ്യാണ് വിത്ത് GIS മാപ്പിംഗ്. നമ്മുടെ അർബൻ ഏരിയയിലുള്ള എല്ലാ ലാൻഡും ഡിജിറ്റൈസ്ഡ് മാപ്പിംഗ് ചെയ്യുവാണ് ബൈ യൂസിങ് GIS മാപ്പിംഗ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ദാറ്റ് ഈസ് റുപ്പി കംസ് ഫ്രം, എവിടെ നിന്നാണ് പൈസ വരുന്നത്, എങ്ങോട്ടാണ് പൈസ പോകുന്നത് അല്ലെ. റുപ്പീസ് ഗോസ് ടു, അതായത് നമ്മുടെ റെസിപ്റ്റ്സും ഇവിടെ എന്താണ് എക്സ്പെൻഡിച്ചറും, റെസിപ്റ്റ്സും എക്സ്പെൻഡിച്ചറുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് നമ്മുടെ ഗവൺമെന്റിന്റെ കയ്യിലേക്ക് വരുന്ന പൈസകളെയാണ് നമ്മൾ റെസിപ്റ്റ്സ് എന്ന് പറയുന്നത് അല്ലെ. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗവൺമെന്റ് ഉണ്ടാകുന്ന ചെലവുകളാണ് എക്സ്പെൻഡിച്ചർ. അപ്പൊ ഏറ്റവും കൂടുതൽ പൈസ വരുന്നത് എവിടെ നിന്നാണ്, 27% ആണ് ബോറോയിങ്സ് ആൻഡ് അതർ ലയബിലിറ്റീസിൽ നിന്നുമാണ് 27% കോൺട്രിബ്യൂഷൻ ഉണ്ടായിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്ന ഏതാണ്, 19% ഇൻകം ടാക്സ് ആണ്. 19% ഇൻകം ടാക്സിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. പിന്നീട് വരുന്നത് GST ആൻഡ് അതർ ടാക്സസ് 18% ഉണ്ട്. കോർപ്പറേഷൻ ടാക്സ് 17%, ബാക്കി ഏകദേശം ഒരു 80% അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് മോർ ദാൻ 81% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. 80%-ലധികം കോൺട്രിബ്യൂഷൻസ് വരുന്നത് ബൊറോയിങ് ആൻഡ് അതർ ലയബിലിറ്റീസ് 27% ഉണ്ട്. അപ്പൊ ഇൻകം ടാക്സ് 19% കോൺട്രിബ്യൂഷൻ ഉണ്ട്. GST ആൻഡ് അതർ ടാക്സസ് 18% ഉണ്ട്. കോർപ്പറേഷൻ ടാക്സ് 17% ഉണ്ട്. അപ്പൊ ഏകദേശം ഒരു 80%-ലധികം കോൺട്രിബ്യൂഷൻസ് വരുന്നത് ഇത്രയും കാര്യങ്ങളിൽ നിന്നാണ്. ബാക്കി നോൺ ടാക്സ് റെസിപ്പിയന്റ്, നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസിപ്പിയന്റ്, കസ്റ്റംസ്, യൂണിയൻ എക്സസൈസ് ഡ്യൂട്ടീസ്, ഇതൊക്കെയാണ് ബാക്കി കോൺട്രിബ്യൂഷൻസ് വരുന്നത്. ഇത് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് റുപ്പീസ് ഗോസ് ടു ആണ്. ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചേഴ്സ്, ഗവൺമെന്റിന്റെ പൈസ എങ്ങോട്ടാണ് പോകുന്നതെന്നാണ്. അപ്പൊ അതിൽ മേജർ ഷെയർ കോൺട്രിബ്യൂഷൻ എങ്ങോട്ടാണ്, സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ്, അത് 21% ഉണ്ട്. ഇൻട്രസ്റ്റ് പേയ്മെന്റ് 19% വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഫിനാൻസ് കമ്മീഷൻ ആൻഡ് അതർ ട്രാൻസ്ഫേഴ്സ് 9% വരുന്നുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് 21%, അതിനുശേഷം ഇൻട്രസ്റ്റ് പേയ്മെന്റ് 19%. സെൻട്രൽ സെക്ടർ സ്കീം എന്ന് പറഞ്ഞാൽ എന്താണ്, സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ് ഫണ്ട് കൊടുക്കുന്നതും ഇംപ്ലിമെന്റ് ചെയ്യുന്നതും അല്ലെ. അങ്ങനെയുള്ള സ്കീമുകൾക്ക് 16%. സെൻട്രലി സ്പോൺസേർഡ് ആണെങ്കിൽ 8% ആണ്. കാരണം ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും കോൺട്രിബ്യൂഷൻസ് വരും അല്ലെ. സെൻട്രലി സ്പോൺസേർഡ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെന്റും ഉണ്ട്, സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ടിങ്ങും ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഫണ്ടിങ്ങും ഉണ്ട്. പക്ഷെ നമ്മുടെ ആ പെർട്ടിക്കുലർ സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ്. ഡിഫൻസിന് 8% ആണ്, സബ്സിഡീസ് 6%, പെൻഷൻ 4%. ഇത്രയുമാണ് എക്സ്പെൻഡിച്ചേഴ്സ് ഗവൺമെന്റിൻ്റെത് വരുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഏതിനൊക്കെയാണ് കൂടുതൽ വരുന്നത്, ഫസ്റ്റ് 3 പൊസിഷൻസ് എങ്കിലും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, എക്സ്പെൻഡിച്ചർ എത്രയാണെന്ന്. അതേപോലെ തന്നെ പൈസ റെസിപ്റ്റ്സിന്റെയും എവിടെയൊക്കെയാണ്, റെസിപ്റ്റ്സിന്റെതും ഏറ്റവും കൂടുതൽ ആർക്കാണ്, ഫസ്റ്റ് 3 പൊസിഷൻസ്. ബോറോയിങ്സ് ആൻഡ് അതർ ലയബിലിറ്റീസ് 27% ആണ്. ഇൻകം ടാക്സ് 19% ആണ്. GST ആൻഡ് അതർ ടാക്സസ് 18%. കോർപ്പറേഷൻ ടാക്സ് 17% ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കാം. നെക്സ്റ്റ് വരുന്നത് എക്സ്പെൻഡിച്ചർ ഓഫ് മേജർ ഐറ്റംസ്. ഈ വാല്യൂ നമ്മുടെ SSC-RRBയുടെ കേസിൽ ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങളൊരു ബാങ്കിങ് ആസ്പിറന്റ് ആണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ വാല്യൂസ് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് ഈസ് ഡിഫൻസ് സെക്ടറിൽ 4,54,773 ആണ്. റൂറൽ ഡെവലപ്മെന്റ് ആണെങ്കിൽ 2,65,808 ആണ്. അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസിന് വേണ്ടി 1,51,851 ആണ്. ഹോം അഫയേഴ്സ് ആണെങ്കിൽ 1,50,983 ആണ്. എഡ്യൂക്കേഷൻ ആണെങ്കിൽ 1,25,638 ആണ്. IT ആൻഡ് ടെലികോം 1,16,342 ആണ്. ഹെൽത്ത് ആണെങ്കിൽ 89,287 ആണ്. എനർജി ആണെങ്കിൽ 68,769 ആണ്. സോഷ്യൽ വെൽഫെയർ 56,501 ആണ്. കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആണെങ്കിൽ 47,551 ആണ്. ഇതെല്ലാം ഈ നമ്മൾ പറഞ്ഞിരിക്കുന്ന വാല്യൂസ് എല്ലാം തന്നെ ക്രോറിലാണ് കേട്ടോ, ക്രോറിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയുമാണ് എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് എക്സ്പെൻഡിച്ചർ ഓഫ് മേജർ ഐറ്റംസ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്.
നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സ്കീമുകളിലുള്ള മേജർ അലോക്കേഷൻസ് ആണ്, ബജറ്റ് അലോക്കേഷൻസ് ആണ്. MG നരേഗ. അപ്പൊ നിങ്ങൾ പറഞ്ഞു നരേഗ, NREGA ആക്ട് നിലവിൽ വന്നത് 2005 അതിനുശേഷം നമ്മുടെ നരേഗ ലോഞ്ച് ചെയ്തത് 2nd Feb 2006 പക്ഷേ ഈ നരേഗ എന്നുള്ളത് MG നരേഗയായി മാറിയത് എപ്പോഴാണ്? നരേഗ എന്നുള്ളത് MG നരേഗയായി മാറിയത് October 2009 ആണ്. 2 October 2009 ആണ്. അപ്പൊ 2023-24 60,000 കോടി രൂപയും 24-25 86,000 കോടി രൂപയുമാണ് ബജറ്റ് അലോക്കേഷൻ വരുന്നത്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റില് 23-24 840 കോടി, 24-25 ആയപ്പോഴത്തേക്കും അത് 1,200 കോടിയായിട്ട് മാറിയിട്ടുണ്ട്. നെക്സ്റ്റ് ന്യൂക്ലിയർ പവർ പ്രോജക്റ്റ് 442 കോടി മാത്രമായിരുന്നു 23-24. പക്ഷെ 25 നോക്കിയേ 2,228 കോടി, 2,228 കോടിയാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ PLI ഫോർ ഫാർമസ്യൂട്ടിക്കൽസ് ഇൻഡസ്ട്രിയിൽ 1,200 കോടിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഇപ്പോഴെത്രയായി? 2,143. ഡെവലപ്മെന്റ് ഓഫ് സെമി കണ്ടക്ടർ ആൻഡ് ഡിസ്പ്ലേ മാനുഫാക്ചറിങ് ഇത്രയാണ്, 3,000 കോടിയാണ് കഴിഞ്ഞ പ്രാവശ്യം. 6,903 കോടിയായിട്ട് അത് മാറിയിട്ടുണ്ട്. നെക്സ്റ്റ് 4,970 കോടിയാണ് സോളാർ പവർ ഗ്രിഡിലേക്ക് വരുന്നത്. 10,000 crore ആണ് ഈ വർഷം 2024-25 ഫിനാൻഷ്യൽ ഇയറിൽ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ LPG 180 കോടിയാണ് കഴിഞ്ഞ പ്രാവശ്യം. 1,500 കോടിയായി അതിപ്രാവശ്യം മാറിയിട്ടുണ്ട്. ലൈൻസ് ഓഫ് ക്രെഡിറ്റ് അണ്ടർ ഐഡിയ സ്കീം ദാറ്റ് ഈസ് 2023-2024 1,300 കോടി, 3,849 കോടിയാണ് 24-25 ബജറ്റിൽ വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്, നമ്മൾ ഏകദേശം അവസാന ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. എന്താണ് റെസിപ്റ്റ്സ്? എന്താണ് റവന്യൂ റെസിപ്റ്റ്സ്, ക്യാപിറ്റൽ റെസിപ്റ്റ്സ്, റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണെന്നൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് ആണ്. നമ്മുടെ റവന്യൂ റെസിപ്റ്റ്സ്, ക്യാപിറ്റൽ റെസിപ്റ്റ്, റവന്യൂ റെസിപ്റ്റ്, ക്യാപിറ്റൽ റെസിപ്റ്റ്, റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടേംസ് ആണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. ഈ ഗ്രാഫുകളിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് അതൊക്കെയാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഗവൺമെന്റിലേക്ക് പൈസ വരുന്നുണ്ട്, ഗവൺമെന്റിൽ നിന്ന് പൈസ പോകുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഗവൺമെന്റിലേക്ക് പൈസ വരുന്നുണ്ട്, ഗവൺമെന്റിൽ നിന്ന് പൈസ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് റവന്യൂ ഉണ്ട്, ഇത് വിസിബിൾ ആവില്ല, നമുക്കൊന്ന് മാറ്റാം. റവന്യൂ ഉണ്ട്, ക്യാപിറ്റലും ഉണ്ട്. റവന്യൂ ഉണ്ട്, ക്യാപിറ്റലും ഉണ്ട്. റവന്യൂവിൽ തന്നെ നമുക്ക് എന്തുണ്ട്? റവന്യൂവിൽ തന്നെ നമുക്ക് റെസിപ്റ്റ്സും ഉണ്ട്, എക്സ്പെൻഡിച്ചറും ഉണ്ട്. ഒരു സെക്കൻഡ്, റവന്യൂവിൽ തന്നെ നമുക്ക് റെസിപ്റ്റും ഉണ്ട്, എക്സ്പെൻഡിച്ചറും ഉണ്ട്. ഓക്കെ, ക്യാപിറ്റലിൽ എന്തുണ്ട്? ക്യാപിറ്റൽ റെസിപ്റ്റും ഉണ്ട്, എക്സ്പെൻഡിച്ചറും ഉണ്ട്. ഓക്കെ, റവന്യൂ റെസിപ്റ്റും ഉണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്, ക്യാപിറ്റൽ റെസിപ്റ്റ് ഉണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ് ഈ റവന്യൂ റെസിപ്റ്റ് എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാലും? നമുക്കറിയാം റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിലേക്ക് വരുന്ന പൈസകളാണ് അല്ലെ, ഗവൺമെന്റിലേക്ക് വരുന്ന പൈസകളാണ് റെസിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ടാക്സ് ആയിട്ട് ഗവൺമെന്റിലേക്ക് പൈസ അടക്കുന്നുണ്ട് അല്ലെ. ടാക്സ്, ഇപ്പൊ ടാക്സുകളാണെങ്കിൽ ഡയറക്റ്റ് ടാക്സും ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സും ഉണ്ട്. ഡയറക്റ്റ് ടാക്സും ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സും ഉണ്ട്. അപ്പൊ ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഏത് പേഴ്സണിലാണോ ടാക്സ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് അവര് തന്നെ അടക്കുന്ന ടാക്സ് ആണ് ഡയറക്റ്റ് ടാക്സ്. നമ്മൾ ഇൻകം ടാക്സ് അടയ്ക്കും അല്ലെ. ഇൻകം ടാക്സ് എങ്ങനെയാണ്? ഇപ്പൊ എനിക്കാണ് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതെങ്കിൽ ഞാൻ തന്നെ ഡയറക്റ്റ് അടയ്ക്കുന്നു. അതാണ് നമ്മുടെ ഡയറക്റ്റ് ടാക്സിന് ഒരു എക്സാമ്പിൾ ആണ് ഇൻകം ടാക്സ്. ഇനി ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഒരു ബിസ്ക്കറ്റ് മാനുഫാക്ചറർ ഒരു ബിസ്ക്കറ്റ് ഒരു 50 രൂപയുള്ള
ഒരു പാക്കറ്റിന് 50 രൂപയുള്ള ബിസ്ക്കറ്റ്സ് ഉണ്ടാക്കുകയാണ്. അപ്പൊ ഈ ബിസ്ക്കറ്റ് മാനുഫാക്ചറർ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റിന് 5 രൂപ ടാക്സ് അടയ്ക്കണമെങ്കിൽ ബിസ്ക്കറ്റ് മാനുഫാക്ചറർ എന്ത് ചെയ്യും? 50 രൂപ ബിസ്ക്കറ്റിന്റെ പൈസയുടെ കൂടെ 50 + 5 55 രൂപയാക്കിയിട്ടാണ് നമുക്ക് വിൽക്കുക. അപ്പൊ മാനുഫാക്ചറർ ആണ് ടാക്സ് അടക്കേണ്ടതെങ്കിലും അത് ഇൻഡയറക്റ്റ് ആയിട്ട് അടക്കുന്നത് ആരാണ്? നമ്മൾ ബിസ്ക്കറ്റ് വാങ്ങിക്കുന്ന ആളാണ്. അതാണ് ഇൻഡയറക്റ്റ് ടാക്സിൽ വരുന്നത് അല്ലെ. അപ്പൊ ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ് വഴി റെസിപ്റ്റ് ഉണ്ടാവും. ഇനി എക്സ്പെൻഡിച്ചർ എന്താണ്? ഗവൺമെന്റിനുള്ള എക്സ്പെൻഡിച്ചർ എന്താണ്? സാലറി കൊടുക്കുന്നുണ്ട്, പെൻഷൻ കൊടുക്കുന്നുണ്ട് അല്ലെ. ഗവൺമെന്റ് എംപ്ലോയീസിനുള്ള സാലറി, പെൻഷൻ, ഇതൊക്കെ എന്താണ്? സാലറി, പെൻഷൻ, ഈ സംഭവങ്ങളെല്ലാം തന്നെ ഗവൺമെന്റിനുള്ള എക്സ്പെൻഡിച്ചർ ആണ്. അതായത് നമുക്ക് റവന്യൂ റെസിപ്റ്റ് അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് വളരെ ഫ്രീക്വന്റ് ആയിട്ട് പൈസ വരികയും പോവുകയും ചെയ്യുന്നതാണ് റവന്യൂ എക്സ്പെൻഡിച്ചറിലും റവന്യൂ റെസിപ്റ്റിലും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. എന്നാൽ ക്യാപിറ്റൽ റെസിപ്റ്റിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഗവൺമെന്റ് എവിടെ നിന്നും ലോൺ എടുക്കുകയാണ്. എവിടെ നിന്നെങ്കിലും ഗവൺമെന്റ് ലോൺ എടുക്കുകയാണെങ്കിൽ അതെന്താണ്? ഗവൺമെന്റ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ എവിടെന്നെങ്കിലും ലോൺ എടുക്കുകയാണ്. ഗവൺമെന്റ് എവിടെ നിന്നെങ്കിലും ലോൺ എടുക്കുകയാണ് നിങ്ങൾ വിചാരിക്കാം. അപ്പൊ ഗവൺമെന്റിലേക്ക് ആ പൈസ വരികയാണ് ചെയ്യുന്നത് അല്ലെ. ഗവൺമെന്റിലേക്ക് ആ പൈസ വരികയാണ് ചെയ്യുന്നത്. അതൊരു ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഗവൺമെന്റ് ഉണ്ടാകുന്ന ചെലവാണ്. ഗവൺമെന്റിൽ നിന്ന് പൈസ പുറത്തേക്ക് പോവുകയാണ് വേണ്ടത് അല്ലെ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അതായത് ഇപ്പൊ ഒരു ഡെവലപ്മെന്റൽ പ്രോജക്റ്റ്, ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റൽ പ്രോജക്റ്റിനായിട്ട് ഗവൺമെന്റ് പൈസ കൊടുക്കുന്നു. ഇപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനായിട്ട് പൈസ പ്രൊവൈഡ് ചെയ്യാന്ന് വിചാരിക്കുക. അതായത് ഇപ്പൊ സ്കൂൾസ് ഡെവലപ്പ് ചെയ്യുന്നു, സ്കൂൾസ്, ബ്രിഡ്ജ്, റോഡ്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റോഡ്, ഇതിന്റെ ഒക്കെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് പൈസ കൊടുക്കുകയാണ്. അപ്പൊ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന് പൈസ പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ അസറ്റ് ആണെന്ന് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആണോ? ഇതെന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഒരു അസറ്റ്സ് ആണെന്ന് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആണോ? കാരണം എന്താണ്? നമ്മൾ ഇങ്ങനെ റോഡ് നിർമ്മിക്കുന്നു, ഗവൺമെന്റിൽ നിന്നും പൈസ കൊടുത്ത് ഗവൺമെന്റ് റോഡ് നിർമ്മിക്കുകയാണ്. പക്ഷേ ഈ റോഡ് നിർമ്മിച്ചാകുമ്പോൾ അവിടെ എന്ത് പിരിക്കും? ടോള് പിരിക്കും അല്ലെ. അവിടെ ടോള് പിരിക്കും. ഈ ടോള് പിരിക്കുന്നത് വഴി ഈ പൈസ വരുന്നത് എവിടെയോട്ടാണ്? ഗവൺമെന്റിലോട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു അസറ്റ്സ് ആണ്. ഓക്കെ, ഇനി റെസിപ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം? നമ്മൾ പറഞ്ഞു ഗവൺമെന്റ് ഒരു സ്ഥലത്ത് നിന്ന് പൈസ എടുക്കുമ്പോൾ ലോണ് കിട്ടുന്നു അല്ലെ. ലോണ് എടുത്ത് ഗവൺമെന്റിലേക്ക് വരുന്ന റെസിപ്റ്റ് ആണത്. പക്ഷേ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ കാലാവധിക്ക് ശേഷം ഗവൺമെന്റ് എന്ത് ചെയ്യണം? ആ പൈസ തിരിച്ചു കൊടുക്കണം അല്ലെ. പലിശ അടക്കം ഗവൺമെന്റ് തിരിച്ചു കൊടുക്കണം. അപ്പൊ അത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഒരു ലയബിലിറ്റി ആണ് അല്ലെ. ലയബിലിറ്റി ആണ്, നമ്മൾ തിരിച്ചു കൊടുക്കണം. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ബാധ്യതയാണ്, അത് തിരിച്ചു കൊടുക്കണം അല്ലെ. അതാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ റെസിപ്റ്റ് സൈഡ്, ക്യാപിറ്റൽ റെസിപ്റ്റ് എന്താണ്? ഒരു ലയബിലിറ്റി സൈഡായിട്ടും എക്സ്പെൻഡിച്ചർ എന്താണ്? അസറ്റ് സൈഡിലേക്കുമാണ് വരുന്നത്. ഇതൊരു ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ റവന്യൂ റെസിപ്റ്റ്, റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ റെസിപ്റ്റ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യമാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് ഓഫ് ബജറ്റ്. 2024-25 പ്രകാരം അത് 4.9% ആണ്. പക്ഷെ നമ്മുടെ ഇൻട്രീം ബജറ്റ് പ്രകാരം അത് എത്രയായിരുന്നു? 5.1% ആയിരുന്നു. അപ്പൊ എന്താണ് ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ? ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗവൺമെന്റ് എങ്ങനെയാണ് കാര്യങ്ങൾ ബോറോ ചെയ്യുന്നത്, എങ്ങനെയാണ് ഗവൺമെന്റ് ഈ ബോറോയിങ് തിങ്സ് ചെയ്യുന്നത് എന്നുള്ളതിലാണ് കാര്യം. അപ്പൊ നമുക്ക് നോക്കാം. ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ ഗ്രേറ്റർ ദാൻ റവന്യൂ ആവുന്ന സമയത്താണ് ഫിസിക്കൽ ഡെഫിസിറ്റിലാവുന്നത്. എക്സ്പെൻഡിച്ചർ ഗ്രേറ്റർ ദാൻ റവന്യൂ. എക്സ്പെൻഡിച്ചർ ഗ്രേറ്റർ ദാൻ റവന്യൂ ആവുന്ന സമയത്താണ് നമ്മൾ ഡെഫിസിറ്റിലാവുന്നത് അല്ലെ. നമ്മുടെ റവന്യൂവിനേക്കാൾ കൂടുതൽ ചെലവ് നമുക്ക് വരികയാണ്, അപ്പോഴാണ് ഫിസിക്കൽ ഡെഫിസിറ്റിലാവുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക? നമുക്കറിയാം ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ നിന്നും
ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, ഗവൺമെന്റിലേക്ക് വരുന്ന പൈസ മൈനസ് ചെയ്യണം അല്ലെ. ദാറ്റ് ഈസ് ടോട്ടൽ റെസിപ്റ്റ്. ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റെസിപ്റ്റ്സ്. ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റെസിപ്റ്റ്. പക്ഷേ നമ്മൾ ഇപ്പൊ പറഞ്ഞ കോണ്ടെക്സ്റ്റിൽ നമ്മൾ വെച്ച് നോക്കുമ്പോൾ ടോട്ടൽ റെസിപ്റ്റിൽ നിന്ന് നമ്മൾ ആരെ മൈനസ് ചെയ്യണം? നമ്പർ ഓഫ് ബോറോയിങ്സ് മൈനസ് ചെയ്യണം അല്ലെ. ബോറോയിങ്സിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ടോട്ടൽ റെസിപ്റ്റ് മൈനസ് ചെയ്യേണ്ടത്. കാരണം നമുക്ക് മനസ്സിലായി നമ്മൾ ലോൺ എടുക്കുന്നതും കൂടി എന്ത് വരും? നമ്മൾ ലോൺ എടുത്താൽ അതും കൂടി റെസിപ്റ്റിലാണ് വരുന്നത്. നമ്മൾ ഇപ്പൊ കണ്ടു കഴിഞ്ഞു അല്ലെ. ഗവൺമെന്റ് എവിടെ നിന്നെങ്കിലും ലോൺ എടുക്കുകയാണെങ്കിൽ അത് ക്യാപിറ്റൽ റെസിപ്റ്റിലാണ് വരുന്നത്, അത് റെസിപ്റ്റ് ആണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് പലിശ അടക്കം തിരിച്ചു കൊടുക്കണം അല്ലെ. പലിശ അടക്കം നമ്മൾ തിരിച്ചു കൊടുക്കണം. അത് നമ്മുടെ റെസിപ്റ്റ് അല്ല, നമ്മുടെ ലയബിലിറ്റി ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? മൈനസ് ബോറോയിങ്സ്. ബോറോയിങ്സ് മൈനസ് ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ ഇതിനെയാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കീ ഹൈലൈറ്റ്സ് ആയിട്ട് 2024-25 ബജറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. നിങ്ങൾ ഇത്രയും സമയം എന്നെ കേട്ടതിനും എല്ലാവർക്കും താങ്ക് യു. അപ്പൊ ഡെയിലി കറണ്ട് അഫെയർ അപ്ഡേറ്റിനായിട്ട് എല്ലാവരും എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നത് ഡെയിലി കറണ്ട് അഫെയർ അപ്ഡേറ്റ്സ്, പോൾസ്, ക്യൂസസ്, നമ്മുടെ യൂട്യൂബ് സെഷൻ്റെ ഇതേപോലെയുള്ള നോട്ടുകൾ, യൂട്യൂബ് സെഷൻസിന്റെ നോട്ടുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ടെലിഗ്രാം ഗ്രൂപ്പിൽ. അപ്പോൾ ഡെയിലി കറണ്ട് അഫെയർ അപ്ഡേറ്റിനായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പാണ് എൻ്റെ കറണ്ട് അഫെയർസ് വിത്ത് അനു എന്ന് പറയുന്ന ടെലിഗ്രാം ഗ്രൂപ്പ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. എല്ലാവർക്കും ബജറ്റിന്റെ കീ ഹൈലൈറ്റ്സ് ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.